നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സമൃദ്ധിയും ഐശ്വര്യവും എത്തിച്ചേരുന്ന ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. സൂര്യശോഭയോടുകൂടി തിങ്ങി വിളങ്ങി നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ, ഇവരുടെ ജീവിതത്തിൽ തകർച്ചയിൽ നിന്ന് പോലും ഇവർ കുതിച്ചുയരും. അത്ര കണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സുദിനങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവതരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാർ ഉണ്ടെങ്കിൽ ആ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ജ്യോതിഷപരമായി പറയുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും സമ്പത്തും നേട്ടങ്ങളുമൊക്കെ നിങ്ങളെ തേടി വരാൻ പോകുന്നു. ആ കുടുംബത്തിന് ഒന്നടങ്കം എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ വന്നു ചേരും. ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള മോചനം വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സൗഭാഗ്യത്തിന്റെ, സമ്പന്നതയുടെ, ഐശ്വര്യത്തിന്റെ നാളുകൾ വന്നു ചേർന്ന ഏറ്റവും ഭാഗ്യദായകമായ ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവരുടെ മുന്നിൽ 1000 വഴികൾ തുറന്നു നിൽക്കുന്ന സമയമാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഒട്ടേറെ സമൃദ്ധികളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേർന്നുകൊണ്ട് ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും മോചനം വന്നു ചേർന്ന് ജീവിതത്തിൽ ഐശ്വര്യ ലബ്ധി വന്നു ചേർന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാനസികപരമായിട്ടുള്ള പലവിധ സംഘർഷങ്ങളുമൊക്കെ അവരുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകളാണെങ്കിൽ ജ്യോതിഷപരമായിട്ട് ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയം വന്നു ചേരുകയും അതിലൂടെ നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നു. ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവർ അനുഭവിച്ചിട്ടുള്ള പലവിധ കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും തൊഴിൽപരമായിട്ട് ഉന്നതിയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയം കൂടിയാണ്. അനുകൂലമായ സുവിശേഷം അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതോടുകൂടി ഈശ്വരാധീനത്തിന്റെ സ്വാധീനം അവരുടെ ജീവിതത്തിൽ നിഴലിച്ചു കാണുന്നു. അതായത് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ താണ്ടാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക ഉന്നതി, ധനനേട്ടം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ മുന്നിൽ വന്നു ചേരുകയും ഒട്ടേറെ വഴികൾ തുറന്നു കിട്ടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഭാഗ്യം ഇവരെ കടാക്ഷിക്കുന്ന ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ജലധാര വഴിപാട് കഴിപ്പിക്കുക. അതോടൊപ്പം തന്നെ പിൻവിളക്ക് വഴിപാടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് തിങ്കളാഴ്ച ദിവസമായിരിക്കണം. തുടർച്ചയായി ദിവസങ്ങളിൽ, ആഴ്ചകളിൽ ഈ ഒരു വഴിപാട് ചെയ്യുന്ന മുറയ്ക്ക് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, ചില മാറ്റങ്ങൾ ഒക്കെ കാണാൻ സാധിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്. എല്ലാവിധത്തിലും അനുകൂലമായ സമയം വന്നു ചേരുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറി തൊഴിൽ പുരോഗതി വന്നു ചേരുന്ന, ഇവിടെ കരിയർ ഉയർച്ചയിലേക്ക് കുതിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ഇവർക്ക് സമ്പത്ത് ഒരുപാട് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ഭാഗ്യം ഒരുപാട് ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന, ഒട്ടേറെ ഉയർച്ചയിലേക്ക് കുതിച്ചുവരാൻ സാധിക്കുന്ന, കടങ്ങളൊക്കെ തീർന്നുകൊണ്ട് ഇവർക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്ന, സാമ്പത്തികപരമായിട്ട് ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. മികച്ച മുന്നേറ്റങ്ങൾ, മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധ്യമാകുന്ന, ഒട്ടേറെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അതിലൂടെ ഇവർ കുതിച്ചുയരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കറുകമാല വഴിപാട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ തടസ്സങ്ങളും മാറുകയും മികച്ച അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളുമൊക്കെ
ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ രീതിയിൽ തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ്. കൂടുതലായി നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ വന്നു ചേരും. ഭാഗ്യാനുഭവങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നത്. എല്ലാവിധ ബുദ്ധിമുട്ടുകൾ മാറുകയും ജീവിതത്തിലെ സ്വാധീനം, ജീവിതത്തിന്റെ അർത്ഥം, ജീവിതത്തിലെ പച്ചപ്പ് ഒക്കെ കാണാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഒട്ടേറെ വലിയ വലിയ നേട്ടങ്ങൾ കാണാൻ സാധിക്കുന്ന സമയമാണ്. അപ്രതീക്ഷിതമായിട്ട് പണം ഇവരുടെ കയ്യിലേക്ക് വന്നു ചേരുന്ന, തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന, സാമ്പത്തിക വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ്. ഇവരുടെ മുന്നിൽ ഒരുപാട് സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഒരു സമയമാണ്. ബിസിനസ് പരമായൊക്കെ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ഈ നക്ഷത്രങ്ങൾ കുതിച്ചുവരും. ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യമാണ്. എല്ലാവിധത്തിലും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നു. ഇവർക്ക് പണത്തിന് ഒട്ടും കുറവുണ്ടാകുകയില്ല. ഏതൊരു കാര്യത്തിന് തുടക്കം കുറിച്ചാൽ പോലും അതിലൊക്കെ മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്ന, ഒട്ടേറെ ഉന്നതികൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു. ഭാഗ്യനേട്ടങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടാകുന്നു. ഈ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും. കുടുംബത്തിലെ അസ്വസ്ഥതകളും ദുഃഖ ദുരിതങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി കുടുംബത്തിലുള്ള എല്ലാവർക്കും പോലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പണം ഇവരുടെ കൈകളിലേക്ക് കുതിച്ചു വരുന്ന അവസരങ്ങൾ ഉണ്ടാകുന്നു. നഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്ന, മനസ്സമാധാനത്തോടുകൂടി കഴിയാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരുന്ന അവസരങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ഇതുവരെ അനുഭവിച്ച പലവിധ കഷ്ടതകളിൽ നിന്നും പെട്ടെന്നുള്ള മോചനം ലഭിക്കുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ ജീവിതം രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങൾ തുറന്നു കിട്ടുന്നു. ഒരുപാട് വാതിലുകൾ, അവസരങ്ങളുടെ വാതിലുകൾ ഈ നക്ഷത്രക്കാരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന സമയമാണ്. ധനം ഇവരുടെ കൂടെ വന്നു ചേരും. മനസ്സമാധാനപൂർണമായ ഒരു ജീവിതം ഇവർക്ക് നയിക്കാൻ സാധിക്കും. അതിലൂടെ സന്തോഷവും സമാധാനവും ഒക്കെ കളിയാടുന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും ധാരാളം സൗഹൃദങ്ങളും അവസരങ്ങളുമൊക്കെ വന്നു ചേരുകയും ചെയ്യും. സാമ്പത്തിക പരമായിട്ടുള്ള കുതിച്ചുചാട്ടത്തിന് കളമൊരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ലാഭകരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. ലാഭവിധം വർദ്ധിച്ചു കാണുന്ന അവസ്ഥകൾ, ബിസിനസ് പരമായിട്ടൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ശക്തമായ മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ലക്ഷ്മി കടാക്ഷത്തോടുകൂടി, രാജകീയ സൗകര്യത്തോടുകൂടി രാജ്യ സുഖങ്ങൾ ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾ മാറുകയും പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും. വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാനുള്ള അവസരങ്ങളും ഒരുങ്ങുന്നു. തൊഴിൽ അന്വേഷകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തെളിഞ്ഞു നിർത്തുന്ന ഒരു സമയമാണ്. തൊഴിൽപരമായിട്ട് ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കുകയും മികച്ച സ്ഥാനലബ്ധി വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ആഗ്രഹിച്ച പോലെ തന്നെ തൊഴിൽ ലബ്ധിയൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് സന്തോഷപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു. ഇനി ഇവർക്ക് കൈവരാനുള്ളത് വലിയ നേട്ടങ്ങളാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുകയും ചെയ്യും. ജീവിതത്തിലെ പലവിധ ദുഃഖ ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ മാറുകയും ദുരിതപൂർണമായ ഒരു ജീവിതം മാറി വലിയ സമ്പത്തും ഐശ്വര്യമൊക്കെ വന്നു ചേർന്ന സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കുന്നതിനും കടം കൊടുത്ത പണം തിരികെ ലഭിക്കുന്നതിനുമുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്കും വലിയ കുതിപ്പാണ്. വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തിക ഭദ്രത ഉറപ്പെടുത്താൻ അവർക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. വളരെ മനോഹരമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നു. കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. കർമ്മ പുഷ്ടി ലഭിക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന സമയമുണ്ടാകുന്നു. കർമ്മരംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സർവ്വവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും. ഇവർക്ക് വിദേശ രാജ്യത്തേക്ക് പോകുന്നതിനും വിദേശത്ത്
അനുകൂലമായ ഒരു തൊഴിൽ നേടുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്കും മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന അനുകൂലമായ ഒരു സമയം തന്നെയാണ്. ഒരു അവസരം ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക് അത് പൂർണ്ണ തോതിൽ അനുഭവവേദ്യമാക്കാൻ സാധിക്കും. പരിശ്രമത്തിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ ഒട്ടേറെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ ഒരുപാട് സംഭവവികാസങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നാളുകാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.